നമസ്കാരം. എൻ്റെ കൂടെ ഒരു മോളുണ്ട്, ഒരു പൊന്നു മോളുണ്ട്. ശിവസി എന്ന് സ്കൂളിൽ വിളിക്കും. വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ലച്ചുവാണ്. ചെറിയ കാര്യമല്ല ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. 7 വയസ്സായിട്ടില്ല, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 7 വയസ്സായിട്ടില്ല. ഇതിനകം തന്നെ US വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. നോബൽ സ്കൂളിലെ, നമ്മൾ ചെറിയൻകീഴ് നോബൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഹെഡ് മിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ മാനേജർ സുഭാഷ് ചന്ദ്രൻ ചേട്ടനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി മുന്നേ അറിയാമായിരുന്നോ? തീർച്ചയായിട്ടും. ഈ കുട്ടി ഇവിടെ വന്ന് പഠനം ആരംഭിച്ച കാലം തൊട്ട് മികവിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ നടത്തുന്ന കുട്ടിയാണ്. തീർച്ചയായും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. വരും ദിവസങ്ങളിലും വരും കാലയളവിൽ ഈ സ്കൂളിന് സ്പോർട്സ് രംഗത്ത് മികവുറ്റ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശിവസിക്ക് കഴിയും. ശിവസ്യ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ പ്രാക്ടീസ് ആരംഭിക്കാൻ പോവുകയാണ്. സ്വിമ്മിങ്ങിലും അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഈ കുട്ടി നല്ല പങ്കാണ് വഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശിവസ്യ നേടിയ വിജയം ഈ ചെറിയൻകീഴിനാകെ അഭിമാനമുള്ള ഒരു അഭിമാനമായി ഞങ്ങൾ കാണുകയാണ്. ശരി സാറേ. അപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപിക രേണുക മാഡം കൂടെ ഉണ്ട്. രേണുക മാഡം, തുഷാര മാഡം പിന്നെ ഒരു പക്ഷേ കുഞ്ഞുനാളിലും തൊട്ട് മാഡമായിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലേ? ഞങ്ങൾ ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് തുടങ്ങിയത്. ശിവസിയ സാറിന്, രാധാകൃഷ്ണൻ സാർ നല്ല ട്രെയിനറാണ് നമുക്ക് കരാട്ടയുടെ ട്രെയിനറായിട്ട് കിട്ടിയിരിക്കുന്നത്. സാറ് ശനിയും ഞായറും പിന്നെ സാർ പോത്തങ്കോടും ഒക്കെ കൊണ്ടുപോയി ഒരുപാട് മത്സരങ്ങളിൽ ഇവരെ എനിക്ക് വളരെ അതിശയം തോന്നുമായിരുന്നു ഈ ചെറിയ കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോഴേ. അപ്പോൾ അവർ മത്സരങ്ങളിൽ പോകുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് പോയിട്ട് വരാനായിരിക്കും. അങ്ങനെയല്ല, ഏത് മത്സരത്തിന് പോയാലും സമ്മാനവും വാങ്ങി വരുന്ന കുട്ടികളായിരുന്നു അവരെല്ലാവരും. ഒരു ബാച്ച്, നല്ല ബാച്ച് തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ മോൾക്ക് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സ്കൂളിന്റെ പ്രതീക്ഷയാണ് ഇവരെല്ലാവരും. ശരി ശരി. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പപ്പാ, ഇപ്പോൾ ചെറുമോള് ഇത്രയൊക്കെ ഈ 7 വയസ്സിനകത്ത് ഇത്രയൊക്കെ സമ്പാദിച്ചു. എന്താ പറയുക, അത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കി, നാടറിഞ്ഞു, ലോകമറിഞ്ഞു, US റെക്കോർഡ് കിട്ടാന്ന് പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം എന്താ പറയാ, ഇപ്പം ഇത്രയും അധ്യാപകരുടെയും മാനേജർമാരുടെയും ഒക്കെ പിന്തുണയുണ്ട്. ഇല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ സാറന്മാർ പറഞ്ഞതെല്ലാം നല്ല. അച്ഛൻ ഗൾഫിലാണല്ലേ? അച്ഛൻ ഗൾഫിലാണ്. അമ്മയ്ക്ക് ജോലിയിലുണ്ടോ? അമ്മയ്ക്ക് ജോലിയില്ല. അച്ഛൻ്റെ വരുമാനം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നല്ലേ? അച്ഛൻ്റെ വരുമാനം കൊണ്ടാണ്. ശരി. ഏതായാലും മോളെ എന്തെങ്കിലും പറയണ്ട, പറഞ്ഞോ. താങ്ക്സ് പറ മാമിനൊക്കെ, താങ്ക്സ് പറ. ഒന്നും പറയല്ലേ, ഇത്രയും മത്സരത്തിലൊക്കെ വിജയിച്ചിട്ട് ഒന്നും പറയല്ലേ? നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ? ഒന്നും പറയില്ല. അപ്പോൾ നമ്മുടെ മാനേജർ സുഭാഷ് സാറ് പറഞ്ഞായിരുന്നു, അതായത് ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ഇറങ്ങാൻ പോകുന്ന ഈ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള സ്കൂളാട്ടോ, നോബൽ സ്കൂൾ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ടീച്ചർ, ഇത് എത്ര കാലമായി സ്വിമ്മിംഗ് പൂളൊക്കെ വന്നിട്ട്? സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ജൂൺ മുതൽ, ഏപ്രിൽ വെക്കേഷൻ മുതൽ ക്യാമ്പ് തുടങ്ങി. ഇപ്പോൾ ജൂൺ മുതൽ ക്ലാസ് റെഗുലറായിട്ടുണ്ട്, ശനി ഞായറും. അടുത്ത ലക്ഷ്യം എടുത്ത് അങ്ങോട്ട് പോകണല്ലേ? ലക്ഷ്യം ചാടോ? നീ ഇതറിയോ? മാമരത്തിലോട്ടാ? എടുത്താ എന്തായാലും അടുത്ത ലക്ഷ്യം കഴിവിളിക്കാൻ പോകണം സ്വിമ്മിംഗ് പൂളിലാണ്. പരിശീലനം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞു. കാരണം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെങ്കിൽ നിശ്ചിത പൊക്കവും കാര്യങ്ങളൊക്കെ വേണം. അത് ആയോ? ലക്ഷ്യനായോ? ആയി. ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. പുള്ളൊക്കെ ഇറങ്ങണമെങ്കിൽ എന്തായാലും ലക്ഷ്യം അടുത്ത നീന്തൽക്കുളത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അമ്മയാണ്, അമ്മയെ പരിചയപ്പെടുത്തുന്നത്. അമ്മയുടെ പേരിൻ്റെ പൂജ. ലക്ഷ്മിൻ്റെ അമ്മയാണ്. അച്ഛൻ്റെ അച്ഛൻ പ്രവാസിയാണ്. ഏതായാലും നമ്മുടെ നാട്ടുകാരി ഈ 7 വയസ്സിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞാൽ അതിയായ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കും വിസ്മയ ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. എല്ലാ ടീച്ചർമാർക്കും എല്ലാം ഒരുപോലെ മോളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മോൾ ഇനിയും ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും കൈവരിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. വിസ്മയസിനോട് ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.